യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. രൂപേഷേട്ടാ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാന് ഗിരിജി ഒന്ന് കണ്ടിട്ട് വരാം. അമ്മ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും വരാം. വാ. അമ്മേ, അപ്പച്ചി വരുന്നു. രൂപേഷേട്ടനുണ്ട് കൂടെ. ആണോ? ആ. അപ്പച്ചി, അമ്മേ, അപ്പച്ചി വന്നു. ചേച്ചി ഇരിക്കപ്പച്ചി. മരിക്കുന്നവർക്കങ്ങ് മരിക്കാം, പക്ഷെ കൂടെയുള്ളവരെ കുറിച്ച് ഓർത്തോ? പവിയുടെ കാര്യം പോട്ടെ, നിന്റെ മോൾ എങ്ങനെ ജീവിക്കുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? എല്ലാം ആലോചിച്ചതാ. പക്ഷേ ചേച്ചിയോട് ഞാൻ കാണിച്ച നന്ദി കേടും പിന്നെ ആവശ്യമില്ലാതെ ചേച്ചിയോട് മത്സരിക്കാൻ വാശി കാണിച്ചത് ഞാൻ ഓർത്തപ്പോ ഏറ്റവും ഒടുവിൽ ആ സ്വർണം ഞാൻ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചത് അത് ഒരിക്കലും ചേച്ചിയെ ചതിക്കാൻ ഞാൻ... എന്തിനാ ഗിരിജ ഇപ്പൊ ആ വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നത്? എന്നെ ശിക്ഷിക്കണമെന്ന് കരുതി നീ ചെയ്ത കാര്യങ്ങൾ നിന്റെ പവിയേട്ടനെ തന്നെ ജയിലിലാക്കുന്നത് വരെ എത്തിച്ചില്ലേ? അതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് നിനക്കിപ്പൊ തോന്നുന്നെങ്കിൽ അത് തന്നെ വലിയ കാര്യം. ശ്രേയ, എനിക്ക് ചേച്ചിയോട് ഒരു സീരിയസ് വിഷയം സംസാരിക്കാനുണ്ട്. മോളൊന്ന് പുറത്ത് നിൽക്കേ. അപ്പൊ രൂപേഷേട്ടനോ? രൂപേഷേട്ടൻ നിന്നാ കുഴപ്പമില്ലെങ്കിൽ ഞാൻ നിന്നാലും കുഴപ്പമില്ല, അല്ലേ അപ്പച്ചി? മോനെ, നീ മുറിയിലേക്ക് പൊയ്ക്കോ, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഗിരിജാന്റി, ആവശ്യമില്ലാതെ അമ്മയെ വിഷമിപ്പിക്കരുത്. ചോട്ടൂനെ കാണാതായതാ, ഇപ്പൊ കിട്ടി. മുത്തശ്ശി സുഖമില്ലാതെ കിടക്കുക. എല്ലാം കൊണ്ടും അമ്മ വലിയ വിഷമത്തിലാ. അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടും ഇല്ല, അല്ലെങ്കിൽ തന്നെ ഇവളെന്നെ എന്തു ബുദ്ധിമുട്ടിക്കാനാ? മോൻ ചെല്ല്, പുറത്തു നിൽക്ക്. അല്ല, അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? അച്ഛനെ പുറത്തിറക്കുന്ന കാര്യല്ലേ? അതിന് ഞാനിപ്പോ ഇവിടെ നിന്നാ എന്താ? എനിക്കെന്താ പറയാനുള്ളതെന്ന് നീ അങ്ങനെ ഊഹിക്കണ്ട. അമ്മേ, ഞാൻ മുറി കാണും. അല്ല രൂപേഷേ, അഞ്ജനയ്ക്ക് എന്തോ പറ്റിയെന്ന് വീണമെന്ന് പറഞ്ഞായിരുന്നു. എന്താ അവക്ക് പറ്റിയത്? കോഴിക്കട്ട. രൂപേഷ് ചെയർമാൻ ആവൂന്ന് അറിഞ്ഞപ്പോ അവന്റെ കീഴിൽ എനിക്ക് ജോലി ചെയ്യാൻ വയ്യാന്നും പറഞ്ഞ് അന്ന് വീട് വിട്ട് ഇറങ്ങിപ്പോയതാ പവിയേട്ടൻ. ഞാൻ വിളിച്ചിട്ടും പിന്നെ വീട്ടിലോട്ട് വന്നില്ല. നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സിലെ ഒരു കടമുറി ഒഴിഞ്ഞപ്പോ അതെടുത്ത് പല ബിസിനസ്സുകളും ആലോചിച്ചെങ്കിലും ഒടുവിൽ ചെന്നെത്തിയത് ഒരു ജുവലറി തുടങ്ങാനായിരുന്നു. ചേച്ചിയുമായി മത്സരിക്കാനില്ലെന്നും VGCക്ക് സ്വർണ്ണ കച്ചവടം ഇല്ലാത്തതുകൊണ്ട്
അങ്ങനെ ഒരെണ്ണം തുടങ്ങാന്നും പവിയേട്ടൻ വിചാരിച്ചതാ. ശ്രേയ ജ്വല്ലേഴ്സ്. അതിനുവേണ്ടി വാങ്ങിവെച്ച സ്വർണമാ പവിയേട്ടൻ എന്നെ ഏൽപ്പിച്ചത്. നമ്മുടെ വീട്ടില് ചേച്ചിയുടെ ലോക്കറിലല്ലാതെ ഇത്രയും സുരക്ഷിതമായൊരു സ്ഥലം വേറെ എവിടെയാ ഉള്ളത്? എന്നിട്ട് നീ അത് എന്നോട് പറയാത്തതെന്താ? അങ്ങനെ രേഖയില്ലാത്ത സ്വർണമൊക്കെ ആരെങ്കിലും വീട്ടിൽ സൂക്ഷിക്കോ? പിന്നെ റെയ്ഡ് നടത്തിച്ചതോ? അതിനെന്തെങ്കിലും ന്യായം പറയാനുണ്ടോ നിനക്ക്? ചേച്ചി വിശ്വസിക്കണം, റെയ്ഡ് നടന്നത് മറ്റാരോ ഒറ്റയിട്ടാണെന്നാ പവിയേട്ടൻ പറഞ്ഞത്. വീട്ടില് മാത്രമല്ലല്ലോ, ഓഫീസിലെ റെയ്ഡ് നടന്നില്ലേ? ഇത് സത്യ ചേച്ചി. ജുവലറിയിലേക്ക് ആഭരണങ്ങൾ പണിയാനിരുന്ന സ്വർണ്ണ അത്. സുൽബത്ത് എന്നൊരു സ്ത്രീയാ പവിയേട്ടൻ ആ സ്വർണ്ണമൊക്കെ കൊണ്ടു കൊടുത്തത്. അതെ ചേച്ചി, ബന്തെടുക്കിലുള്ളതാ സുൽബത്ത്. ഗൾഫിൽ നിന്നൊക്കെ സ്വർണ്ണ ഇടപാട് നടത്തുന്നവരാ, വലിയ ഫേമസാ. അതിന്റെ രേഖകളൊക്കെ ഹാജരാക്കാന്ന് അവര് പറഞ്ഞു. അപ്പോ പവിയേട്ടന് പുറത്തിറക്കാൻ പറ്റുമായിരിക്കും അല്ലേ? വക്കീല് പറഞ്ഞത് സോഴ്സ് കാണിച്ചാൽ മതിയാവൂന്നാ. അതിന് അവൻ ജാമ്യത്തിൽ ഇറങ്ങിയല്ലോ. ജാമ്യത്തിൽ ഇറങ്ങിയോ? എപ്പോ? അതിലെ ശ്രേയ വിളിച്ചപ്പോ സ്ഥലത്തില്ലാന്ന് ഞാൻ പറഞ്ഞത്. അവൻ 4 മണിയോടെ വീട്ടിലെത്തും. അവന്റെ പേരിലാ നീ ആത്മഹത്യക്കൊരുങ്ങിയെന്ന് പറഞ്ഞല്ലോ. വിശ്വസിച്ചിട്ടില്ല. എങ്കിലും അവൻ വീട്ടിൽ വരുമ്പോ നീ അവിടെ ഉണ്ടാകണം. അപ്പൊ സുൽബത്ത്, ആ സ്വർണത്തിന്റെ സോഴ്സ്? ജാമ്യത്തിലേ ഇറങ്ങിയിട്ടുള്ളൂ. കേസ് ഇപ്പോഴും നടക്കല്ലേ. നീ ആ സുൽബത്തിനെ കോടതിയിൽ ഹാജരാക്കിയാൽ മതി. പവിത്രനെതിരെയുള്ള കേസ് പിൻവലിക്കും. ഗിരിജെ, ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. നോക്കിയാ നിനക്ക് കൊള്ളാം. ഇപ്പോഴും നിന്റെ സ്വഭാവം ഒന്നും മാറിയിട്ടില്ലല്ലേ? നിനക്ക് നന്നായി കൂടെ? ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ നിൽക്കുന്നു. നിന്റെ അമ്മ പറഞ്ഞതേ സ്വർണം മോഷ്ടിച്ചത് നീയാണെന്നാ. കാറിൽ കൊണ്ടുവച്ചത് നീയാ? അല്ല അപ്പച്ചി, പിന്നെ ഊവേ ഉരുളണ്ട. ചെല്ല. ഇത്തവണ നമ്മൾ പോയ സ്ഥലത്തൊക്കെ നമുക്ക് ഒരു വട്ടം കൂടി പോവാം, അല്ലേ ദർശന? എന്താ, ഒരിക്കൽ പോയത് പോരെ? വീണ്ടും ഇവിടെ തട്ടിക്കൊണ്ടു പോകാനാണോ? പിന്നെ ഫ്രീസറിലുള്ള ആ കിടപ്പ് എല്ലാം കൂടെ നോക്കുമ്പോ തീർച്ചയായും ഒരു വട്ടം കൂടെ പോകാൻ ആർക്കും തോന്നിപ്പോവും. എന്നാൽ ഇത് ചെയ്തതാരാണെന്ന് ഒരു സൂചന പോലും കിട്ടാത്തത് വലിയ കഷ്ടമായി പോയി. നിന്റെ പോലീസ് അങ്കിൾ വിചാരിച്ചിട്ട് പോലും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ. എന്റെ സംശയം, ഗിരിജ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോ ഒരു സഹതാപമുണ്ടാക്കി രക്ഷപ്പെടാനാണോ ഈ ആത്മഹത്യാ നാടകം കളിച്ചതെന്ന് എനിക്ക് സംശയമുണ്ട്.